കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് പേപ്പർ നെയിം കേരള പബ്ലിക് വർക്ക്സ് അക്കൗണ്ട് കോഡ് ആൻഡ് കേരള അക്കൗണ്ട് കോഡ് വോളിയം 3 അഥവാ കേരള പബ്ലിക് വർക്ക്സ് അക്കൗണ്ട് കോഡ് ഹയർ. ഡേറ്റ് ഓഫ് ടെസ്റ്റ് 24/4/2023. സോൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഔട്ട്ലേ ഓഫ് നോൺ ഗവൺമെൻറ് വർക്ക്സ് ആർ ചാർജ്ഡ് അഗെയിൻസ്റ്റ് ദ ഫോളോയിങ്. നോൺ ഗവൺമെൻറ് വർക്ക്സിൻ്റെ ഔട്ട്ലേ നമ്മൾ ചാർജ് ചെയ്യുന്നത് എന്തിനായിട്ടാണെന്നാണ്. ഓപ്ഷൻ എ ഡെപ്പോസിറ്റ്സ് റിസീവ്ഡ്. നെക്സ്റ്റ്, ദ ട്രാൻസാക്ഷൻസ് ഓഫ് പബ്ലിക് വർക്ക്സ് ഓഫീസേഴ്സ് ആർ ഗ്രൂപ്പ്ഡ് ഇൻറ്റു 4 ഹെഡ്സ്. വിച്ച് ആർ ദേ? പബ്ലിക് വർക്ക്സ് ഓഫീസേഴ്സിൻ്റെ ട്രാൻസാക്ഷൻസ് നമ്മൾ 4ആയിട്ട് ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ്. ഓപ്ഷൻ സി എക്സ്പെൻഡിച്ചർ ഹെഡ്, റവന്യൂ ഹെഡ്, റെമിറ്റൻസ് ഹെഡ്, ഡെപ്റ്റ് ആൻഡ് ഡെപ്പോസിറ്റ്സ് ഹെഡ്സ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ മെയിൻ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഇൻ ദ കേസ് ഓഫ് എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ ഹെഡ്സ്? എക്സ്പെൻഡിച്ചർ, റവന്യൂ ഹെഡ്സ് എന്നിവയിലെ മെയിൻ ക്ലാസിഫിക്കേഷൻ ഏതാണെന്നാണ്. ഓപ്ഷൻ ഡി മേജർ ഹെഡ് ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ഹൗ ദ എക്സ്പെൻഡിച്ചർ കണക്റ്റഡ് വിത്ത് ദ എക്സിക്യൂഷൻ ഓഫ് വർക്ക്സ് ഇൻ ദ രാജ്ഭവൻ, കേരള രാജ്ഭവൻ ബി ട്രീറ്റഡ്. കേരള രാജ്ഭവനുമായി ബന്ധപ്പെട്ട വർക്ക്സിൻ്റെ എക്സിക്യൂഷൻ്റെ എക്സ്പെൻഡിച്ചർ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്നാണ്. കറക്റ്റ് ആൻസർ വിൽ ബി ചാർജ്ഡ് ഓൺ ദ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ദ സ്റ്റേറ്റ്. നെക്സ്റ്റ്, ദ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഓൺ സെർമണീസ് കണക്റ്റഡ് വിത്ത് ദ ഇനാഗുറേഷൻ ഓഫ് ഇറിഗേഷൻ പ്രൊജക്ട്സ് കൊമേഴ്ഷ്യൽ ഷുഡ് ബി ഡെബിറ്റഡ് ടു. കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഇറിഗേഷൻ പ്രോജക്ട്സിൻ്റെ ഇനാഗുറേഷനുമായി ബന്ധപ്പെട്ട എക്സ്പെൻഡിച്ചർ നമ്മൾ എങ്ങനെയാണ് ഡെബിറ്റ് ചെയ്യുന്നതെന്നാണ്. ഓപ്ഷൻ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ റവന്യൂ അക്കൗണ്ട് ഓഫ് ദ പ്രൊജക്റ്റ്. നെക്സ്റ്റ്, മുനിസിപ്പൽ ആൻഡ് ലോക്കൽ റേറ്റ്സ് ആൻഡ് ടാക്സസ് ഓൺ പബ്ലിക് ബിൽഡിംഗ്സ് ഷാൽ ബി ഡെബിറ്റഡ്. പബ്ലിക് ബിൽഡിങ്സിൻ്റെ മുനിസിപ്പൽ ആൻഡ് ലോക്കൽ റേറ്റ്സും ഉള്ള ടാക്സസ് എങ്ങനെയാണ് ഡെബിറ്റ് ചെയ്യുന്നതെന്നാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി മെയിൻ്റനൻസ് എസ്റ്റിമേറ്റ് ഓഫ് ദ ബിൽഡിംഗ്. നെക്സ്റ്റ്, ഡിവിഷണൽ ഓഫീസർ refused the request of contractor to issue him a copy of running account bill and an extract of his account in the contractor's ledger. കമൻറ്റ്. അതായത് ഡിവിഷണൽ ഓഫീസർ കോൺട്രാക്ടറുടെ റിക്വസ്റ്റ്, അതായത് ഇഷ്യൂ ചെയ്യാൻ റണ്ണിങ് അക്കൗണ്ട് ബില്ലും എക്സ്ട്രാക്ട് ഓഫ് ഹിസ് അക്കൗണ്ട് ഇൻ ദ കോൺട്രാക്ടേഴ്സ് ലെഡ്ജറും ഇഷ്യൂ ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് റിഫ്യൂസ് ചെയ്തു. അതിനെപ്പറ്റിയാണ് അത് എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ദ ആക്ഷൻ ഓഫ് ഡിവിഷണൽ ഓഫീസർ ഈസ് നോട്ട് ഇൻ ഓർഡർ. കോപ്പി ഓഫ് റെക്കോർഡ്സ് ഷുഡ് ബി ഫർണിഷ്ഡ് ടു ഹിം ആൻഡ് എൻകറേജ്ഡ് ടു സൈൻ ഇൻ ടോക്കൺ ഓഫ് ഹിസ് അക്സെപ്റ്റൻസ് ഓഫ് ഇറ്റ്. അതായത് ഡിവിഷണൽ ഓഫീസറിൻ്റെ നടപടി തെറ്റാണ്. അദ്ദേഹത്തിൻ്റെ റിക്വസ്റ്റ് അനുസരിച്ച് നമ്മൾ കോപ്പി ഓഫ് റെക്കോർഡ്സ് അദ്ദേഹത്തിന് കൊടുത്തിട്ട് അക്സെപ്റ്റൻസ് സൈൻ ചെയ്ത് വാങ്ങിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 8, ദ കൗണ്ടർ ഫോയിൽസ് ഓഫ് കംപ്ലീറ്റഡ് റെസിപ്റ്റ് ബുക്സ് ഓഫ് സബ് ഡിവിഷൻ ഷാൽ ബി കെപ്റ്റ് ഓഫ് റെക്കോർഡ് ഇൻ സേഫ് കസ്റ്റഡി ഓഫ്. കംപ്ലീറ്റഡ് റെസിപ്റ്റ് ബുക്സിൻ്റെ കൗണ്ടർ ഫോയിൽസ് സബ് ഡിവിഷണൽ ഓഫീസിൽ റെക്കോർഡ് ചെയ്ത് വെക്കണം. അത് ആരുടെ കസ്റ്റഡിയിലായിരിക്കണമെന്നാണ്. ഓപ്ഷൻ ഡി സബ് ഡിവിഷണൽ ഓഫീസർ. ക്വസ്റ്റ്യൻ നമ്പർ 9, റവന്യൂ റിയലൈസ്ഡ് ഷുഡ് ബി ക്രെഡിറ്റഡ് ടു ഗവൺമെൻറ് അക്കൗണ്ട് ബട്ട് എക്സ്പെൻഡിച്ചർ ക്യാൻ ബി ഇൻകേർഡ് ഓൺലി അഗെയിൻസ്റ്റ്. ഓപ്ഷൻ ഡി എ ഗ്രാൻഡ് ഓർഡർഡ് ബൈ ദ ലെജിസ്ലേച്ചർ ഓർ അഗെയിൻസ്റ്റ് ദ സം പ്രൊവൈഡഡ് ടു മീറ്റ് ചാർജ്ഡ് എക്സ്പെൻഡിച്ചർ. Next, for the departmental purposes, a detailed head is divided into the following. ഡിപ്പാർട്ട്മെൻറ്റൽ പർപ്പസിന് ഡീറ്റെയിൽഡ് ഹെഡ് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് നോക്കാം. ഓപ്ഷൻ എ സർവീസ് ഹെഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. കറക്റ്റ് ആൻസർ സർവീസ് ഹെഡ്സ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ഫോൾസ് വിത്ത് റിഗാർഡ് ടു ദ പ്രിപ്പറേഷൻ ഓഫ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്സ്. ബഡ്ജറ്റ് എസ്റ്റിമേറ്റുമായി ബന്ധപ്പെട്ട ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി Part 1 estimates include proposals to increase the cadres of service or the number of staff. Next, the expenditure for examination of soil for the foundation of works should be treated as.
വർക്ക്സിൻ്റെ ഫൗണ്ടേഷൻ വർക്ക്സിൻ്റെ സോയിൽ എക്സാമിനേഷൻ്റെ എക്സ്പെൻഡിച്ചർ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്നാണ്. ഓപ്ഷൻ ബി ഔട്ട്ലേ ഓൺ വർക്ക്സ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫോൾസ് വിത്ത് റിഗാർഡ് ടു ദ എക്സിക്യൂഷൻ ഓഫ് വർക്ക്സ് ബൈ അതർ സിവിൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് അണ്ടർ ദ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഓഫ് PWD? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, സിവിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഷുഡ് റീറ്റെയിൻ ബഡ്ജറ്ററി ആൻഡ് ഫിനാൻഷ്യൽ കൺട്രോൾ. നെക്സ്റ്റ്, the award made by a private arbitrator can be paid if it is option C, filed in a court of law and decree obtained. Next, a record of receipts, issues and running balance of each article of stock is known as option B, bin card. Bin card എന്ന് പറഞ്ഞാൽ a record of receipts, issues and running balance of each article of stock. Next, what are the functions of divisional accounts officer? ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസറുടെ ഫംഗ്ഷൻസിൽ പെടുന്ന ഏതൊക്കെയാണെന്ന് നോക്കാം. ഓപ്ഷൻ ഡി, അതായത് ആസ് ആൻ അക്കൗണ്ടൻറ്റ്, ആസ് ഇൻറ്റേർണൽ ചെക്കർ, ആസ് ഫിനാൻഷ്യൽ അഡ്വൈസർ, ഇതെല്ലാം വരും. നെക്സ്റ്റ്, ഹൂ ഈസ് ദ ചെക്ക് മെഷർ ദ മെഷർമെൻറ്റ്സ് ടേക്കൺ ബൈ സബ് ഡിവിഷണൽ ഓഫീസർ? സബ് ഡിവിഷണൽ ഓഫീസർ എടുത്ത മെഷർമെൻറ്റിൻ്റെ ചെക്ക് മെഷർ നടത്തുന്ന ആരാണെന്നാണ്. ഓപ്ഷൻ ബി, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അതായത് ഡിവിഷണൽ ഓഫീസർ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഒബ്ജക്റ്റ് ഓഫ് ചെക്ക് മെഷർമെൻറ്റ്? ചെക്ക് മെഷർമെൻറ്റിൻ്റെ ഉദ്ദേശം എന്താണെന്നാണ്. ഓപ്ഷൻ എ, ടു ഡിറ്റക്ട് എറേഴ്സ് ഇൻ മെഷർമെൻറ്റ്സ് ആൻഡ് ടു പ്രിവെൻറ്റ് ഫ്രോഡുലൻറ്റ് എൻട്രീസ്. നെക്സ്റ്റ്, ഹു ഈസ് ടു റെക്കോർഡ് ദ മെഷർമെൻറ്റ്സ് ഇൻ ദ എം ബുക്ക് ഇഫ് ദ മെഷർമെൻറ്റ്സ് ആർ ടേക്കൺ ജോയിൻ്റ്ലി ബൈ ഓഫീസേഴ്സ് ആൻഡ് സബോർഡിനേറ്റ്സ്? ഓഫീസേഴ്സും സബോർഡിനേറ്റ്സും ജോയിൻ്റ് ആയിട്ട് എടുത്ത മെഷർമെൻറ്റിൻ്റെ എം ബുക്ക് റെക്കോർഡ് മെഷർമെൻറ്റ് ആരാണ് നടത്തുന്നതെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ സി, ദ മെഷർമെൻറ്റ് ഷുഡ് ബി റെക്കോർഡഡ് ബൈ സീനിയർ എഞ്ചിനീയർ ആൻഡ് സൈൻഡ്. നെക്സ്റ്റ്, വിച്ച് നേച്ചർ ഓഫ് വർക്ക് ഈസ് നോട്ട് റിക്വയർഡ് ടു മെഷർ ഓർ ചെക്ക് മെഷർ ആഫ്റ്റർ ഇറ്റ്സ് എക്സിക്യൂഷൻ? ഓപ്ഷൻ ഡി, ബ്രീച്ച് ക്ലോസിംഗ് വർക്ക്സ് എക്സിക്യൂട്ടഡ് ബൈ ദ റൈറ്റ്സ് ഓഫ് പ്ലേസ്. നെക്സ്റ്റ്, unforeseen items of works provided for by a lump sum provision in an estimate should be paid for. Option A, only after actual measurement. Unforeseen items-ൻ്റെ ആക്ച്വൽ മെഷർമെൻറ്റിന് ശേഷം മാത്രമേ ആ പ്രൊവിഷൻ കൊടുക്കാൻ പാടുള്ളൂ എന്ന്, പ്രൊവിഷനുള്ള പേയ്മെൻറ്റ് കൊടുക്കാവുള്ളൂ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്? ഓപ്ഷൻ സി, disbursement of public money should not be entrusted to officers other than executive subordinates. Next, what charges shall be realized when land with improvements or any building is transferred from one service department to another under the state government? Option B, the transfer shall be made on free of charge. Next, what charges are made if prison labor is employed on public works other than jail works? Option D, full market value of the work performed as certified by the divisional officer be charged to PWD by corresponding credit to jail department. Next, what charges will be borne by the PWD as part of the cost of works for which the land is acquired when the land is taken by the civil officer not specially employed for the purpose? Correct answer option C, establishment and contingent charges only charged. Next, a numerical account showing receipts, issues and balances of all departmental materials brought to the site of a work for use on that work is known as. Option A, മെറ്റീരിയൽ അറ്റ് സൈറ്റ്, MAS അക്കൗണ്ട്. MAS അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എ ന്യൂമറിക്കൽ അക്കൗണ്ട് ഷോയിങ് റെസീപ്റ്റ്സ്, ഇഷ്യൂസ് ആൻഡ് ബാലൻസ് ഓഫ് ഓൾ ഡിപ്പാർട്ട്മെൻറ്റൽ മെറ്റീരിയൽസ് ബ്രോട്ട് ടു ദ സൈറ്റ് ഓഫ് വർക്ക് ഫോർ യൂസ് ഓർ ദാറ്റ് വർക്ക്. Next, in which contract the contractor agrees to execute a complete work with all its contingencies in accordance with the drawing and specification for a fixed sum? Option B, lump sum contract. Next, which of the following are the subdivisions of the minor head suspense under the major head expenditure? Option D, purchase, stock,
MPWA workshop suspense. Next, how the unclaimed balances under the subhead stock for more than 3 complete account years be treated. സ്റ്റോക്ക് സബ് ഹെഡിലുള്ള അൺക്ലെയിംഡ് ബാലൻസസ് ഫോർ മോർ ദാൻ 3 അക്കൗണ്ട് ഇയേഴ്സ് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്നാണ്. ഓപ്ഷൻ എ ഷുഡ് ബി ക്രെഡിറ്റഡ് ടു ഗവൺമെൻറ് ആസ് ലാപ്സ്ഡ് ഐറ്റം. നെക്സ്റ്റ്, ഹൗ ദ ലാപ്സ്ഡ് ഐറ്റം ക്രെഡിറ്റഡ് ടു ഗവൺമെൻറ് അക്കൗണ്ട് അണ്ടർ റെസിപ്റ്റ് ഹെഡ് ക്യാൻ ബി റീപെയ്ഡ്. ഓപ്ഷൻ ഡി ക്യാൻ ബി റീപെയ്ഡ് ആഫ്റ്റർ പ്രീ ഓഡിറ്റ് ബൈ അക്കൗണ്ടന്റ് ജനറൽ ഹൂ വിൽ ഓതറൈസ് പേയ്മെൻറ്റ്. നെക്സ്റ്റ്, who is the custodian of Treasury Savings Bank deposit passbook which pledged as security deposit in favor of the agreement authority on account of a work. Option B, agreement authority. Next, how the intermediate payment made to the contractor in respect of a lump sum contract be treated and accounted. Option C, treated as advances and accounted under a suspense head contractors advance payments. Next, how the expenditure against the annual maintenance estimate of a work be treated in the succeeding year even though the same was arranged in the previous year which remains to be done. Option A, the expenditure is to be charged to the annual maintenance estimate of the succeeding year. Next, which of the following is an essential characteristic of lump sum contract? Lump sum contract in essential characteristic ഏതാണെന്നാണ്. ഓപ്ഷൻ സി, a price adjustment schedule is specified to regulate the amount on account of additions or alterations not covered by the contract. Next, receipts and revenues from avenue trees of national highway shall be credited to. Option B, central government. The directions for keeping the initial and subsidiary accounts in the PWD and the forms in which the compiled accounts rendered to Accountant General are prescribed in. Option D, Kerala Account Code Volume 3 Supplement to Volume 1. Next, how the recoveries of advances or recoverable payments and sale proceeds or transfer values of surplus materials be treated in the accounts of works. Option A, assets. Question 38. Which of the following statement is false? Option D ആണ് false. The sale proceeds of trees felled during course of a work by PWD in the compound of public office should be credited to the related department under which the public office pertains. തെറ്റാണ്. Next, how the cost of reconstruction of entire structure owing to the occurrence of fire, flood or other calamity be treated. ഫയർ അല്ലെങ്കിൽ ഫ്ലഡ്, നാച്ചുറൽ കാലാമിറ്റി മൂലം ഒരു സ്ട്രക്ചറിൻ്റെ റീകൺസ്ട്രക്ഷൻ, എൻ്റയർ സ്ട്രക്ചറിൻ്റെ റീകൺസ്ട്രക്ഷൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ക്യാപിറ്റൽ കോസ്റ്റിൽ ആണ് പെടുത്തുന്നത്. ഓപ്ഷൻ ബി, ക്യാപിറ്റൽ കോസ്റ്റ്. നെക്സ്റ്റ്, ഹൗ ദ കോസ്റ്റ് ഓഫ് സ്പെഷ്യൽ ടൂൾസ് ആൻഡ് പ്ലാന്റ് പ്രൊക്യൂർഡ് ടു മീറ്റ് ദ സ്പെഷ്യൽ റിക്വയർമെൻറ്റ് ഓഫ് എ വർക്ക് ഓർ പ്രൊജക്ട് ബി ട്രീറ്റഡ്. ഓപ്ഷൻ സി, should be treated as a direct charge to the work or project. Next, the value of store is found deficit should be kept under which head pending recovery or adjustment under orders of competent authority. Option A, miscellaneous works advances. Next, the fees charged by the executive engineers of divisions for testing the lighting conductors attached to explosive magazines should be credited to the state revenues under the head. Option C, 059 Public Works. Next, which of the following is not an object of maintaining register of works? Option D, the register should be posted daily from workup stands. Question number 44. An expenditure incurred for increasing concrete assets or reducing recurring liabilities is known as. Option B, capital expenditure. Next, the revenue on account of supervision charges of sales of stock on credit can be credited to the head of account concerned when it is. Option B, before its realization. Next,
When an existing portion of a road or structure to be replaced or remodeled and the cost of the charge represents a genuine increase in the value of the property, the cost should be debited to option A, repairs. Next, who is the primary responsible disbursing officer of a division under PWD? Option D, executive engineer. Division primary responsible officer, divisional executive engineer അഥവാ divisional officer. What is reappropriation? Reappropriation എന്താണെന്നാണ് ഓപ്ഷൻ സി, ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്സ് ഫ്രം വൺ യൂണിറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ ടു അനദർ യൂണിറ്റ്. Next, the account records of the PWD officers can be destroyed with a specific occurrence of option A, Accountant General. Next, who is the authority for the appropriation of amount in the case of grants in aid? Option D, Administrative Department in Government. Next, what is approved work on national highways? Option A, original works accorded with the technical and financial sanction. TS-ഉം AS-ഉം ഉള്ള ഒറിജിനൽ വർക്കിനാണ് അപ്രൂവ്ഡ് വർക്ക് എന്ന് പറയുന്നത് നാഷണൽ ഹൈവേസിൻ്റെ കേസിൽ. നെക്സ്റ്റ്, അക്കൗണ്ടൻറ്റ് ജനറൽ ഈസ് ഓതറൈസ്ഡ് ടു admit an excess up to 10% over the estimated cost of the work under which scheme? Option C, Central Road Fund Works. Next, original price of an article plus the charge towards carriage, incidental, storage including handling charges is known as option A, issue rate other article. Issue rate of the article. Next, when the appropriation accounts are prepared by the Accountant General, option C, after the close of the year. Next, transfer entry is prepared in the form of which? Transfer entry prepared in the form ഏതാണെന്നാണ് option B, KPW form 50. A transfer entry order may be initiated by the transfer entry order initiate ചെയ്യുന്നത് option D, subdivisional officer. How an error of classification in the original account can be corrected? Error of classification original account correct ചെയ്യുന്നത് option A, transfer entry. Which department is competent to collect the irrigation revenue for the supply of water for cultivation purposes? Option C, Land Revenue Department. Next, what register is to be maintained in the subdivision office to prevent the loss of revenue? Option B, Register of Miscellaneous Properties. Next, who are to be held personally responsible for losses of revenue on account of the failure to observe the procedure laid down for revenue collection? Option D, Subdivision Officer primarily and Divisional Accounts Officer secondarily. Next, amount of advance to the work on the security of materials brought to site of work is known as option B, secured advance. Next, the collection of revenue for the supply of water for cultivation purpose are paid direct into treasuries which brought to account to the credit of the revenue heads in the office of option A, Accountant General. Next, how the rents of public land let to a person not in government service received in advance be treated? Option C, it should be credited to revenue. Next, which office is maintaining the initial account records of cash and stores, works abstract and transfer entry orders for each work in progress? Option D, Subdivisional Officer. Next, which office is authorized to consolidate the transactions take place at a subdivisions level into a compiled account? Option A, Divisional Office for the entire division. Next, why the Accountant General permits subdivision officers to maintain two alternative cash books? Option C, in order to eliminate the work of preparing copies. Next, what is inclusive rate of cost? Option B, the rate of cost of the entire work relating to a subhead including the cost of materials if recorded separately in the accounts. Next,
What is the rate at which an extra item of work is to be paid? Option D, at the rate provided in the supplemental agreement. Next, in which office the contingent charges ultimately accounted against the appropriations which they relate? Option A, Accountant General's office. Next, the pay and allowances of which category of employees are subjected to a system of personal audit by Accountant General? Option C, gazetted officers only. Next, the PWD engineering workshop is intended for? Option D, all government departments. Next, objection statements and inspection report should be returned to the Accountant General after recording the replies by the divisional officer through which officer? Option B, Superintending Engineer. Next, how the matured claims of contractors awaiting settlement be treated? Option D, liabilities. Next, how the sale proceeds of materials received from dismantled structure be treated? Option C, reduction of expenditure. Next, which authority will conduct the compilation of a pro forma account relates to a transactions of two or more divisions? Option C, Accountant General. Next, proposal for fresh expenditure not provided in the budget estimate to be met from the savings within the grant or appropriation. The reappropriation of funds should be made. Option A, before the expenditure is actually made. Next, the minor head under which the lease amount paid by the government of Tamil Nadu towards the use of Periyar River be credited. Option C, irrigation works, water rates. Next, how the charges of new supply of scientific instruments, drawing materials, motor cars classified under the head tools and plant are treated for special offices? Option B, contingent charges. Next, which authority is competent for apportioning the charges of the whole state among the major heads to which the cost of the work was charged before the closing of the accounts of the year? Correct answer, Accountant General. Next, state whether the state government is eligible to get charges towards the custodian duties in respect of scattered buildings, bridge and maintaining boundaries of national highways. Option C, central government is not liable to pay for the services as the property in the national highway west in the state government. Next, which of the following should not be levied from works for which a lump sum contributions are received towards government works from local bodies? Option D, audit and accounts charges. Next, transactions recorded under the head of account miscellaneous PW advances are divided into following classes. Option B, sale on credit, expenditure incurred on deposit works in excess of deposit received, losses, retrenchments, errors, etc. other items. Next, the refund of lapsed or confiscated deposits credited to government account may be made on ascertaining the claimant's identity, audited to the money duly certified by the option A, divisional officer. Next, monthly abstract showing the transactions of PW deposits should be prepared and submitted to Accountant General in which form? Option B, PPW form 75, schedule of deposits. Next, the term cash does not include option D, debentures accepted as security deposits. Next, interest charges to the expenditure from local loan works is calculated and adjusted in the office of option A, Accountant General. Next, the authority for permanent reduction of interest account is option D, divisional officer. Next, what is the periodicity of settling objections in respect of disallowed amounts of interest account? Option C, 3 months. Next, an assistant engineer was maintaining with an interest account of ₹1,000 while recouping the interest account rendered by him for ₹900. The divisional officer enhanced the interest to ₹2,000 from
1,000. How much amount the assistant engineer is eligible to get as recoupment? Option B, 1,900. Next, amount given to subordinate officer to make payment for passed voucher is treated as option A, temporary advance. Next, divisional officer issued a checkbook to the subdivisional officer with a certificate of count on the flyleaf, and the subdivisional officer used the same without making fresh count and a recording certificate to this effect. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഓപ്ഷൻ സി, subdivisional officer should make a fresh count and record a certificate of count again on flyleaf as soon as the checkbook come into his hands. Next, a primary record of all money transactions affecting the revenues of the state kept in treasuries as known as option D, initial accounts. Next, the amount of penalty imposed or deposit confiscated on a contractor for abandonment of his contract which caused increase in the cost of work will be treated as option B, reduction of the expenditure. Next, the remittance of check into the treasury will be charged to which head of account as per divisional cash book? Option A, debit under PW remittance, one remittance into treasuries. Next, a pensioner of government service occupying government building desires to make payment of rent by deductions from his pension. If so, what is the procedure? Option D, recoveries from the pension can be made through the treasury officer based on the written request of the pensioner duly authorized and transmitted to treasury officer by the divisional officer. Next, what is to be done in case of contractor of a completed work refuses to receive payment due to him? Option B, credit to PW deposits. Next, the final account of a contractor closes with the balance amount due by him and immediate recovery of the same is not practicable. How the account can be settled? Option A, by debit to head miscellaneous PW advance. Next, divisional officer refunded the security deposit of a work kept under PW deposit and charged to the consolidated fund of the state in satisfaction of the decree from the court of law. Option D, security amount under PW deposit can be refunded only from the same head and the action of the divisional officer is incorrect. Next, what is the procedure for closing of the work accounts when delay is anticipated in settling the supplies made by other government? Option C, should be exhibited under distinct class sums due to other governments on closed account. Next, what is the basis for calculating percentage rate by government towards pensionary and leave charges in respect of irrigation schemes commercial where separated establishment is employed for execution? Option B, based on the effective borrowing rate for the year.